ഹോളിവുഡ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സിനിമാ വ്യവസായ കേന്ദ്രം എല്ലായ്പ്പോഴും ചർച്ചകളുടെ കേന്ദ്രബിന്ദുവാണ്. സിനിമകളിലൂടെ സംസ്കാരം, കല, രാഷ്ട്രീയം, മതം തുടങ്ങിയ വിഷയങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഹോളിവുഡ് ചിലപ്പോൾ വിവാദങ്ങളുടെ കേന്ദ്രമായും മാറാറുണ്ട്. ഇതിലേറ്റവും വിവാദപരമായ ഒരു വിഷയമാണ് ഹോളിവുഡിൻ്റെ സാത്താനിക ബന്ധം. ഈ വീഡിയോയിൽ ഹോളിവുഡിൻ്റെ സിനിമകളിലും സംസ്കാരത്തിലും സാത്താനിക പ്രതീകങ്ങളും ആശയങ്ങളും എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. യഥാർത്ഥ ജീവിത ഉദാഹരണങ്ങളോടുകൂടി ഈ വിഷയത്തിൻ്റെ വിവിധ വശങ്ങൾ നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക്. സിനിമകൾ എല്ലായ്പ്പോഴും സമൂഹത്തിൻ്റെ ഒരു കണ്ണാടിയാണ്. ഹോളിവുഡ് സിനിമകൾ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിനോദവും പ്രചോദനവും നൽകുന്നുണ്ടെങ്കിലും ചില സിനിമകളും സംവിധായകരും സാത്താനിക ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ പലപ്പോഴും ഗൂഢാലോചന സിദ്ധാന്തങ്ങളോട് ബന്ധപ്പെട്ടാണ് വരുന്നത്. ഈ ഗൂഢാലോചനകൾ പ്രധാനമായും ഹോളിവുഡിൻ്റെ രഹസ്യ സംഘടനകൾ, സാത്താനിക ചിഹ്നങ്ങൾ, സിനിമകളിലെ മറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയാണ്. മലയാളി പ്രേക്ഷകർക്ക് ഈ വിഷയം പുതിയൊരു അറിവായിരിക്കാം. കാരണം ഇന്ത്യൻ സിനിമകളിൽ ഇത്തരം വിവാദങ്ങൾ താരതമ്യേന കുറവാണ്. എന്നാൽ ഹോളിവുഡിൻ്റെ സിനിമകളും സംസ്കാരവും മലയാളികൾക്കിടയിൽ ജനപ്രിയമാണ്, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ. അതിനാൽ ഈ വിഷയം പരിശോധിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. സാത്താനിസം എന്ന വാക്ക് കേൾക്കുമ്പോൾ പലർക്കും ഭയവും ആശയക്കുഴപ്പവും തോന്നാം. എന്നാൽ സാത്താനിസം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. സാത്താനിസം എന്നത് പ്രധാനമായും രണ്ട് രീതിയിൽ കണക്കാക്കേണ്ടതാണ്. അതിലൊന്നാമത്തേത് ലാബേൽ സാത്താനിസം. 1966 ആന്റണി ലാവേജ് സ്ഥാപിച്ച ചർച്ച് ഓഫ് സാത്താൻ എന്ന സംഘടനയാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇതൊരു മതമായി കണക്കാക്കപ്പെടുന്നു, പക്ഷേ ദൈവത്തെയോ സാത്താനെയോ വിശ്വസിക്കുന്നില്ല. പകരം വ്യക്തി സ്വാതന്ത്ര്യവും സ്വയം പ്രശസ്തയും ഭൗതിക ആനന്ദങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തിയറിയാണ്. രണ്ടാമത്തേത് ഗൂഢാലോചന സാത്താനിസം. ഇവിടെ സാത്താനിസം എന്നത് ഒരു രഹസ്യ സംഘടനയോ ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയോ ആയി ചിത്രീകരിക്കപ്പെടുന്നു. ഹോളിവുഡിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ കൂടുതലും ഈ വിഭാഗത്തിൽ പെടുന്നു. ഹോളിവുഡ് സിനിമകളിൽ സാത്താനിക പ്രതീകങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുവെന്നാണ് ഒരു പ്രധാന ആരോപണം. ഇത്തരം പ്രതീകങ്ങൾ പലപ്പോഴും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ഉദാഹരണത്തിന് ഒറ്റക്കണ്ണ്. ഇലുമിനാറ്റി എന്ന രഹസ്യ സംഘടനയുമായി ബന്ധപ്പെട്ട ഈ ചിഹ്നം പല ഹോളിവുഡ് സിനിമകളിലും മ്യൂസിക് വീഡിയോകളിലും കാണപ്പെടുന്നുവെന്ന് ആരോപിക്കുന്നു. ജെയ്സെഡിൻ്റെ മ്യൂസിക് വീഡിയോകളിലും ലേഡി ഗാഗയുടെ വീഡിയോകളിലും ഇത്തരം ചിഹ്നങ്ങൾ ഉപയോഗിക്കപ്പെട്ടതായി ചിലർ ചൂണ്ടിക്കാട്ടുന്നു. 666 ബൈബിളിൽ മൃഗത്തിൻ്റെ അടയാളം എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ സംഖ്യ ചില സിനിമകളിൽ മറഞ്ഞിരിക്കുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെട്ടതായി ആരോപിക്കപ്പെടുന്നു. പെൻഡഗ്രാം, തലകീഴായ നക്ഷത്രം, സാത്താനിക ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഇത് ഹോളിവുഡ് സിനിമകളിലും മ്യൂസിക് വീഡിയോകളിലും ഉപയോഗിക്കപ്പെടാറുണ്ട്. ഹോളിവുഡിൻ്റെ സാത്താനിക ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഊർജം നൽകുന്ന ചില യഥാർത്ഥ ജീവിത ഉദാഹരണങ്ങൾ ഇനി പരിശോധിക്കാം. ദ എക്സോസിസ്റ്റ്. ഈ ഹോളിവുഡ് സിനിമ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ സാത്താൻ കയറിയതിനെക്കുറിച്ചുള്ള ഒരു ഹൊറർ ചിത്രമാണ്. ദ എക്സോസിസ്റ്റ് ഒരു ക്ലാസിക് സിനിമയായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളടക്കം സാത്താനിക ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ചില മതവിശ്വാസികൾ വാദിക്കുന്നു. സിനിമയുടെ ചിത്രീകരണ വേളയിൽ നടന്ന നടന്മാർക്ക് പരിക്കേറ്റതും സെറ്റിലെ തീപിടുത്ത സംഭവങ്ങളും ഈ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടി. മലയാളി പ്രേക്ഷകർക്ക് ഈ സിനിമ ഒരു ഹൊറർ ചിത്രം മാത്രമായിരിക്കാം, പക്ഷേ ഹോളിവുഡിൻ്റെ സാത്താനിക ചർച്ചകളിൽ ഇതൊരു പ്രധാന ഉദാഹരണമാണ്. ബൊഹീമിയൻ ഗ്രോവ്. ഹോളിവുഡ് താരങ്ങളും പ്രമുഖരും പങ്കെടുക്കുന്ന ബൊഹീമിയൻ ഗ്രോവ് എന്ന രഹസ്യ സമ്മേളനം സാത്താനിക ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകളുടെ കേന്ദ്രബിന്ദുവാണ്. കാലിഫോർണിയയിൽ നടക്കുന്ന ഈ വാർഷിക സമ്മേളനത്തിൽ ഹോളിവുഡ് താരങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ, വ്യവസായി പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്നതായി പറയപ്പെടുന്നു. 2000 ഗൂഢാലോചന സിദ്ധാന്തകൻ അലക്സ് ജോൺസ് ഈ സമ്മേളനത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. അവിടെ ക്രീമേഷൻ ഓഫ് കെയർ എന്ന ഒരു ആചാരം നടക്കുന്നതായി കാണിച്ചു. ഈ ആചാരത്തിൽ ഒരു വലിയ മൂങ്ങയുടെ പ്രതിമയ്ക്ക് മുന്നിൽ തീയിൽ ഒരു രൂപം കത്തിക്കുന്നു. ഇത് സാത്താനിക ആചാരമാണെന്ന് ചിലർ വാദിക്കുന്നു. എങ്കിലും ബൊഹീമിയൻ ഗ്രോവിൻ്റെ അംഗങ്ങൾ ഇതൊരു കലാപരമായ പ്രകടനം മാത്രമാണെന്ന് അവകാശപ്പെടുന്നു. ഹോളിവുഡിൻ്റെ സംഗീത വ്യവസായവും സാത്താനിക ആരോപണങ്ങളിൽ നിന്ന് മുക്തമല്ല. ഉദാഹരണത്തിന് മഡോണ, ബിയോൺസെ, ലേഡി ഗാഗ തുടങ്ങിയ താരങ്ങളുടെ മ്യൂസിക് വീഡിയോകളിൽ സാത്താനിക പ്രതീകങ്ങൾ ഉപയോഗിക്കപ്പെട്ടതായി ആരോപിക്കപ്പെടുന്നു. 2013 ബിയോൺസെയുടെ സൂപ്പർ ബോൾ എന്ന പ്രകടനം ഇലുമിനാറ്റി ചിഹ്നങ്ങളും സാത്താനിക ആചാരങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതായി ചിലർ വിമർശിച്ചു. ഈ വിമർശനങ്ങൾ ഹോളിവുഡിൻ്റെ സിനിമാ സംഗീത വ്യവസായം ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന വാദത്തിന് ശക്തി പകരുന്നു. മലയാളി പ്രേക്ഷകർ, പ്രത്യേകിച്ച് യുവാക്കൾ, ഹോളിവുഡ് സിനിമകളുടെയും സംഗീതത്തിൻ്റെയും വലിയ ആരാധകരാണ്.
അവഞ്ചേഴ്സ്, ഹാരി പോട്ടർ, ലോർഡ് ഓഫ് ദി റിങ്സ് തുടങ്ങിയ സിനിമകൾ കേരളത്തിലും വൻ ജനപ്രീതി നേടിയിട്ടുണ്ട്. എന്നാൽ ഈ സിനിമകളിൽ മറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങളോ പ്രതീകങ്ങളോ ഉണ്ടോ എന്ന് പലരും ചിന്തിക്കാറില്ല. മലയാളി പ്രേക്ഷകർക്ക് ഈ വിഷയം മനസ്സിലാക്കുന്നത് ഹോളിവുഡിൻ്റെ സിനിമകളെ കൂടുതൽ വിമർശനതയോടെ വീക്ഷിക്കാൻ സഹായിക്കും. ചില ഹോളിവുഡ് സിനിമകൾ സാത്താനിക ആശയങ്ങളെ നേരിട്ടോ പരോക്ഷമായോ ചിത്രീകരിക്കുന്നുണ്ട്. ചില ഉദാഹരണങ്ങൾ നോക്കാം. റോസ്മേരീസ് ബേബി. ഈ സിനിമ ഒരു യുവതി തൻ്റെ കുഞ്ഞിനെ സാത്താൻ്റെ പുത്രനായി ജന്മം നൽകുന്നതിനെക്കുറിച്ചാണ്. സിനിമയുടെ ഭീകരമായ അന്തരീക്ഷവും സാത്താനിക ആചാരങ്ങളെ ചിത്രീകരിക്കുന്നതും വലിയ വിവാദങ്ങൾക്ക് കാരണമായി. ദ ഓമൻ. ഈ സിനിമ ആൻറ്റിക്രൈസ്റ്റിൻ്റെ അഥവാ സാത്താൻ്റെ പുത്രൻ്റെ കഥയാണ്. 666 എന്ന സംഖ്യയും സാത്താനിക ചിഹ്നങ്ങളും ഈ സിനിമയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ലൂസിഫർ. ഈ ടെലിവിഷൻ പരമ്പര സാത്താനെ ഒരു നായകനായി ചിത്രീകരിക്കുന്നു. ഇതിനെ ചൊല്ലി ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഹോളിവുഡിൻ്റെ സാത്താനിക ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ ഭാഗമാണ്. എന്നാൽ ഇവ എത്രമാത്രം യാഥാർത്ഥ്യമാണ്? ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ 2 വീക്ഷണങ്ങൾ ഉയർന്നു വരുന്നു. ഗൂഢാലോചന വീക്ഷണം. ചിലർ വിശ്വസിക്കുന്നത് ഹോളിവുഡ് ഇലുമിനാറ്റി പോലുള്ള രഹസ്യ സംഘടനകളുടെ നിയന്ത്രണത്തിലാണ്. ഈ സംഘടനകൾ സിനിമകളിലൂടെയും മ്യൂസിക് വീഡിയോകളിലൂടെയും ജനങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് വാദം. യാഥാർത്ഥ്യ വീക്ഷണം. ഹോളിവുഡ് സിനിമകളിൽ സാത്താനിക പ്രതീകങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് കലാപരമായ പ്രകടനത്തിനോ വിനോദത്തിനോ ഹൊറർ ശൈലിയിലെ ആകർഷണത്തിനോ വേണ്ടിയാണ്. ഉദാഹരണത്തിന് ദ എക്സോസിസ്റ്റ് പോലുള്ള സിനിമകൾ ഭയം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളവയാണ്, ഒരു ഗൂഢാലോചനയല്ല. ഹോളിവുഡ് സിനിമകൾ ആസ്വദിക്കുന്ന മലയാളി പ്രേക്ഷകർ ഈ വിഷയത്തെ വിമർശന ചിന്തയുമായി സമീപിക്കേണ്ടതുണ്ട്. എല്ലാ സിനിമകളും ഒരു ഗൂഢാലോചനയുടെ ഭാഗമല്ല. പക്ഷെ ചില സിനിമകളിൽ ഉപയോഗിക്കപ്പെടുന്ന പ്രതീകങ്ങൾ മതവിശ്വാസങ്ങളോ സംസ്കാരമോ അനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. മലയാളി പ്രേക്ഷകർ സിനിമകൾ കാണുമ്പോൾ അവയുടെ ഉള്ളടക്കം, സന്ദേശം, സാംസ്കാരിക പശ്ചാത്തലം എന്നിവ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹോളിവുഡിൻ്റെ സാത്താനിക ബന്ധം എന്ന വിഷയം ഒരു സങ്കീർണവും വിവാദപരവുമായ വിഷയമാണ്. യഥാർത്ഥ ജീവിത ഉദാഹരണങ്ങളും സിനിമകളിലെ സൂചനകളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഈ ചർച്ചകൾക്ക് ആക്കം കൂട്ടുന്നു. മലയാളി പ്രേക്ഷകർ ഈ വിഷയത്തെ ഒരു വിനോദത്തിൻ്റെ ഭാഗമായി മാത്രം കാണാതെ വിമർശന ചിന്തയോടെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഹോളിവുഡ് സിനിമകൾ ഒരുപക്ഷെ നമ്മുടെ സംസ്കാരത്തിൻ്റെയും വിശ്വാസങ്ങളുടെയും ഒരു പ്രതിഫലനം മാത്രമായിരിക്കാം, അല്ലെങ്കിൽ അതിനപ്പുറം എന്തെങ്കിലും മറഞ്ഞിരിക്കാം. എന്തുതന്നെ ആയാലും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതും പ്രധാനമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ലൈക്ക് നൽകുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.